ഗുഡ് മോർണിംഗ് യൂറോപ്പ് ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിലെ വൈദ്യുതി ഗ്യാസ് നിരക്ക് കുത്തനെ കൂടും. ഇംഗ്ലണ്ടിലെ വൈദ്യുതി ഗ്യാസ് നിരക്കടക്കം ഊർജ്ജ നിരക്കുകൾ കുത്തനെ കൂടുമെന്ന സൂചന നൽകി റെഗുലേറ്റർ ഓഫ്ജം. ദശലക്ഷക്കണക്കിന് വീടുകൾക്ക് ഈ ശരത്കാലത്ത് അതിന്റെ ഏറ്റവും പുതിയ വില പരിധി പ്രഖ്യാപിക്കും. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ ഗ്യാസ് വൈദ്യുതി വിലകളിൽ നേരിയ വർധനവ് ഉണ്ടാകുമെന്ന് വിശകലന വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു. പുതിയ വില പരിധി പ്രാബല്യത്തിൽ വരുമ്പോൾ സാധാരണ അളവിൽ ഊർജ്ജം ഉപയോഗിക്കുന്ന ഒരു ഗാർഹിക ഊർജ്ജ ബിൽ പ്രതിവർഷം 17 പൗണ്ട് വർദ്ധിച്ച് 1737 പൗണ്ട് ആകുമെന്ന് കോൺവാൾ ഇൻസൈറ്റ് എന്ന ഊർജ്ജ കൺസൾട്ടൻസിയിലെ വിദഗ്ധർ പ്രവചിച്ചു. സാധാരണ സംബന്ധിച്ചാണിത്. ഊർജ്ജ വിലയിൽ 1% വാർഷിക വർധനവ് ഉണ്ടാകുമെന്ന് പ്രവചിക്കപ്പെടുന്നു. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നിവിടങ്ങളിലെ ഏകദേശം 21 ദശലക്ഷം വീടുകൾക്ക് ഗ്യാസ്, വൈദ്യുതി എന്നിവയുടെ ഓരോ യൂണിറ്റിനും ഈടാക്കാവുന്ന പരമാവധി തുക ഓഫ്ജമിന്റെ വില പരിധി നിശ്ചയിക്കും. മൊത്ത വ്യാപാര വിപണിയിലെ ഊർജ്ജ ചെലവിനെ അടിസ്ഥാനമാക്കി ഓഫ്ജം ഓരോ 3 മാസത്തിലും വീടുകൾക്കുള്ള വില പരിധി നിശ്ചയിക്കുന്നുണ്ട്. അധികാരം കയ്യിൽ കിട്ടിയാൽ കുടിയേറ്റക്കാരെ നാടുകടത്തും. അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ 5 വർഷത്തിനുള്ളിൽ 6 ലക്ഷം കുടിയേറ്റക്കാരെ നാടുകടത്താൻ തയ്യാറാണെന്ന് റിഫോം UK വക ഇംഗ്ലണ്ടിന് വാഗ്ദാനം. നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതികൾ പ്രകാരം ചെറിയ ബോട്ടുകളിൽ UK വരുന്ന എല്ലാവരെയും രാജ്യത്ത് അഭയം തേടുന്നതിൽ നിന്ന് തന്റെ പാർട്ടി വിലക്കുമെന്ന് റിഫോം UK നേതാവ് നിക്കൽ ഫാരേജ് പറഞ്ഞത് ഭരിക്കുന്ന ലേബർ പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾക്ക് കുടിയേറ്റക്കാരെ തിരിച്ചെടുക്കാൻ പേയ്മെന്റുകളോ സഹായമോ വാഗ്ദാനം ചെയ്യുന്നതിന് 2 ബില്യൺ പൗണ്ട് ലഭ്യമാക്കുമെന്നും സഹകരിക്കാത്ത രാജ്യങ്ങൾക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ നടപടിയെടുക്കുമെന്നും നിക്കൽ ഫാരേജ് ഉറപ്പു നൽകുന്നു. അതേസമയം ഈ വർഷം ആദ്യം അധികാരത്തിലെത്തിയപ്പോൾ തങ്ങൾ പ്രഖ്യാപിച്ച ആശയങ്ങൾ റിഫോം പാർട്ടി പകർത്തിയതായി ലേബർ പാർട്ടി ആരോപിച്ചു. തങ്ങളുടെ ആശയങ്ങൾ റിഫോംകാർ അതേപടി പകർത്തിയെന്ന അവകാശവാദവുമായി ടോറികളും രംഗത്തെത്തിയിട്ടുണ്ട്. ഓണം ആഘോഷിച്ച് നോർത്ത് വെസ്റ്റ് ദേശീയ ലണ്ടനേഴ്സ്. UKയിലെ വിപുലമായ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് നോർത്ത് വെസ്റ്റ് ദേശീയ ലണ്ടനേഴ്സ് ലണ്ടനിൽ ജീവിക്കുന്നവരും UK തലസ്ഥാനത്ത് നിന്ന് രാജ്യത്തിന്റെ നാനാഭാഗത്തേക്ക് ചേക്കേറിയവരും ഒരുമിക്കുന്ന ഈ സൗഹൃദ കൂട്ടായ്മ ഒരുക്കിയ ഓണാഘോഷം ഇത്തവണയും മികവുറ്റതാക്കി. വെംബ്ലി സഡ്ബറി ഹാളിൽ നടന്ന ആവേശകരമായ ആഘോഷത്തിൽ ഷെഫ് ഫൈബിന്റെയും തോമസ് ജോയുടെയും നേതൃത്വത്തിൽ ഒരുക്കിയ 26 കൂട്ട് ഓണസദ്യ, മികവുറ്റ പ്രൊഫഷണൽ കലാപരിപാടികൾ എന്നിവയും ശ്രദ്ധേയമായി. 100-ൽ പരം ദിവസങ്ങളായി 100ഓളം കലാകാരന്മാരും സംഘാടകരും ഒന്നിച്ചു പ്രയത്നിച്ചു. മാള സ്വദേശി ചാൾസ് നയിച്ച ആഘോഷങ്ങളിൽ റാൽഫ് അറയ്ക്കൽ, അനൂപ് ജോസഫ്, അശ്വതി അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കലാപരിപാടികൾ അരങ്ങേറിയത്. അരുൺ കൊച്ചുപുരയ്ക്കൽ, ഷിനോ ജോർജ്, മേൽജോ, തോമസ് ജോ എന്നിവരുടെ മേൽനോട്ടത്തിൽ 25 അംഗ കമ്മിറ്റിക്കായിരുന്നു ആഘോഷങ്ങളുടെ ചുമതല. ഫ്രാൻസിൽ കടുത്ത ഭരണ പ്രതിസന്ധിയിൽ. ജനപ്രീതിയില്ലാത്ത ചെലവ് ചുരുക്കൽ ബജറ്റിനെയും കടം കുറയ്ക്കൽ പദ്ധതിയെയും ചൊല്ലിയുള്ള ആഴത്തിലുള്ള രാഷ്ട്രീയ ഭിന്നതകൾക്കിടയിലും ഫ്രാൻസിൽ കടുത്ത ഭരണ പ്രതിസന്ധി. അടുത്ത മാസം നടക്കുന്ന വിശ്വാസ വോട്ടെടുപ്പിൽ ഫ്രാങ്കോയിസ്റ്റ് ബെയ്റൂവിന്റെ ന്യൂനപക്ഷ സർക്കാർ വീഴുമെന്ന് ഏതാണ്ട് ഉറപ്പായതോടെ ഫ്രാൻസ് മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. പാർലമെന്റ് അംഗങ്ങളിൽ നിന്ന് വിശ്വാസ വോട്ടെടുപ്പ് നടത്താനുള്ള അപ്രതീക്ഷിത തീരുമാനത്തോട് പോരാടുമെന്ന് പ്രധാനമന്ത്രി ഫ്രാങ്കോയിസ് ബെയ്റൂ പറഞ്ഞു. തീവ്ര വലതുപക്ഷ, ഇടതുപക്ഷ, പ്രതിപക്ഷ പാർട്ടികൾ ബെയ്റൂവിനെ താഴെ ഇറക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. പറക്കൽ പരിശീലനത്തിനിടെ ഹെലികോപ്റ്റർ തകർന്നു വീണു. ഐൽ ഓഫ് വൈറ്റിലെ ഷാംഗ്ലിനും വൈറ്റ്ലി ബാങ്കിനും ഇടയിൽ പറക്കൽ പരിശീലനത്തിനിടെ ഹെലികോപ്റ്റർ തകർന്നു വീണ് ദമ്പതികളടക്കം 3 പേർ മരിച്ചു. പൈലറ്റ് ഉൾപ്പെടെ 4 പേർ സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ വെന്നോറിനടുത്തുള്ള ഒരു വയലിൽ തകർന്നു വീണതായി ഓപ്പറേറ്ററായ നോർത്തുംബ്രിയ ഹെലികോപ്റ്റേഴ്സ് പറഞ്ഞു. കുതിരസവാരി പരിശീലകയായ 52-കാരിയായ ജസ്റ്റിന സോസ്കയും അവരുടെ പങ്കാളിയായ വോർഡെക് കോവാൾകോവ്സ്കിയുമാണ് മരിച്ച ദമ്പതികൾ. അപകടത്തിൽ മരിച്ച 3-ാമത്തെ വ്യക്തി ലിങ്കൺഷെയറിലെ ബാർട്ടൺ ഓഫ് ഹങ്കറിൽ നിന്നുള്ള 54 വയസ്സുള്ള സൈമൺ ഹെവിറ്റ് ആണെന്ന് ഹാംഷെയറും ഐൽ ഓഫ് വൈറ്റ് കോൺസ്റ്റാബിലറിയും അറിയിച്ചു. അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് വ്യോമയാന അപകട അന്വേഷണ ബ്രാഞ്ച് അറിയിച്ചു. UK സർവകലാശാലകളിൽ ചേരാൻ 30 വിദ്യാർത്ഥികളെ കൂടി സഹായിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് ലേബർ സർക്കാർ അംഗീകാരം നൽകി. അടുത്ത മാസം ഗാസയിൽ നിന്ന് UK സർവകലാശാലകളിൽ ചേരാൻ 30 വിദ്യാർത്ഥികളെ കൂടി സഹായിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് ലേബർ സർക്കാർ അംഗീകാരം നൽകി. എന്നാൽ അവരുടെ ഒഴിപ്പിക്കൽ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഇസ്രായേലിന്റെ അംഗീകാരത്തിനായി ശ്രമിക്കുകയാണ് സർക്കാർ. UKയിലെ പ്രമുഖ സർവകലാശാലകളിൽ 9 വിദ്യാർത്ഥികൾക്ക് ഗസയിൽ നിന്ന് അവസരമൊരുക്കുമെന്ന് കഴിഞ്ഞയാഴ്ച സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ ഇവരുടെ എണ്ണം ആകെ 39 ആയി.
പാചകം ചെയ്യാത്ത 3 പാക്കറ്റ് ഇൻസ്റ്റന്റ് നൂഡിൽസ് കഴിച്ചതിനെ തുടർന്ന് ഈജിപ്തിലെ കെയ്റോയിൽ നിന്നുള്ള 13-കാരൻ മരണമടഞ്ഞതായി റിപ്പോർട്ട്. പേര് വെളിപ്പെടുത്താത്ത കൗമാരക്കാരന് ട്രൈ നൂഡിൽസ് കഴിച്ച് ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. ഈ ബാലന്റെ മരണത്തെ തുടർന്ന് കടയുടമയെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ മൃതദേഹത്തിൽ നടത്തിയ ഓട്ടോപ്സിയിൽ ശരീരത്തിൽ വിഷാംശമില്ല എന്ന് തെളിഞ്ഞു. ഒന്നുകിൽ ചെറുകുടലിലെ ഏതെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങൾ കാരണമോ അല്ലെങ്കിൽ വലിയ അളവിൽ പാചകം ചെയ്യാത്ത നൂഡിൽസ് കഴിച്ചത് മൂലമുണ്ടായ ദഹന സംബന്ധിയായ പ്രശ്നങ്ങൾ കാരണമോ ആയിരിക്കും മരണമെന്നാണ് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്നത്. റൈൻ എയർ യാത്രാമധ്യേ ആകാശത്ത് വെച്ച് ഒരു യാത്രക്കാരി വിമാനത്തിന്റെ എമർജൻസി എക്സിറ്റ് തുറക്കാൻ ശ്രമിച്ചു. മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ നിന്നും മൊറോക്കോയിലെ അഗാഡിറിലേക്ക് പോവുകയായിരുന്ന റൈൻ എയർ വിമാനം മാഞ്ചസ്റ്ററിൽ തന്നെ തിരിച്ചിറക്കി. വിമാനം പറന്നുയർന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് തിരിച്ചിറക്കിയതെന്ന് ഫ്ലൈറ്റ് റഡാർ 24ന്റെ ഡാറ്റ കാണിക്കുന്നു. വാതിൽ തുറക്കാൻ ഏറെ ശ്രമിച്ചെങ്കിലും അതിന്റെ പ്ലാസ്റ്റിക് കവറിംഗ് നീക്കം ചെയ്യാൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും സഹയാത്രികർ അവരെ തടയാനായി. അതിനുശേഷമാണ് വിമാന ജീവനക്കാരെ വിവരമറിയിച്ചത്. ഉടനടി ആ യാത്രക്കാരിയെ എമർജൻസി എക്സിറ്റിന് സമീപമുള്ള സീറ്റിൽ നിന്നും മാറ്റി മറ്റൊരിടത്ത് ഇരുത്തുകയായിരുന്നു. തുടർന്നായിരുന്നു വിമാനം മാഞ്ചസ്റ്ററിലേക്ക് തന്നെ തിരികെ പറന്നത്. വിമാനത്താവളത്തിലെത്തിയ ഉടൻ തന്നെ മാഞ്ചസ്റ്റർ പോലീസ് യാത്രക്കാരിയെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് പരിശോധനകൾ നടത്തിയതിനു ശേഷമാണ് വിമാനം പറന്നുയർന്നത്. പൗണ്ട്ലാൻഡ്സ് UK-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 12 സ്റ്റോറുകൾ കൂടി പുനഃസംഘടനയുടെ ഭാഗമായി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. 1 പൗണ്ട് വിലയ്ക്കുള്ള സാധനങ്ങൾ വിൽക്കുന്നതിൽ പ്രശസ്തരായ ഈ ശൃംഖല 1990-ലാണ് സ്ഥാപിതമായത്. UK-യിൽ വിവിധ ഇടങ്ങളിലായി 100 കണക്കിന് ശാഖകളാണ് ഇവർക്കുണ്ടായിരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്ന് ശൃംഖലയുടെ യഥാർത്ഥ ഉടമകളായ പോളിഷ് കമ്പനിയായ പെപ്കോ ഗ്രൂപ്പ് ശൃംഖല അമേരിക്കൻ ആസ്ഥാനമായ ഗോൾഡ്വർ ബ്രദേഴ്സിനെ വിറ്റിരുന്നു. ശൃംഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി 80 മില്യൺ പൗണ്ടിന്റെ മുടക്കുമുതൽ കൊണ്ടുവരുമെന്ന് ഗോൾഡ്വർ ബ്രദേഴ്സ് പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ശൃംഖലയുടെ നിലനിൽപ്പിനായി 12 സ്റ്റോറുകൾ കൂടി അടച്ചുപൂട്ടുകയാണ് എന്ന് കഴിഞ്ഞ ദിവസം അവർ അറിയിച്ചത്. ഓഗസ്റ്റ് മാസത്തിൽ 48 സ്റ്റോറുകൾ അടച്ചുപൂട്ടുമെന്നും പിന്നീട് ഒക്ടോബർ പകുതിയോടെ മറ്റ് 70 സ്റ്റോറുകൾ കൂടി അടച്ചുപൂട്ടുമെന്നും ഇവർ നേരത്തെ അറിയിച്ചിരുന്നു. മൊത്തം 800 സ്റ്റോറുകളാണ് ഈ ശൃംഖലയ്ക്ക് കീഴിലുള്ളത്. ഈ മാസം ഇതിനോടകം 25 സ്റ്റോറുകൾ അടച്ചുപൂട്ടി കഴിഞ്ഞു. 1 വർഷം മുൻപ് സ്കോട്ടിഷ് സർക്കാർ വാഗ്ദാനം ചെയ്ത പുതിയ ഉപകരണങ്ങളിലെ നിക്ഷേപത്തിന്റെ ഭൂരിഭാഗവും പ്രതീക്ഷിച്ചു കാത്തിരിക്കുകയാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഫെർഗൂസൺ കപ്പൽശാല. കൂടുതൽ കാര്യക്ഷമമാകുന്നതിനും പുതിയ ഓർഡറുകൾ നേടുന്നതിനും സഹായിക്കുന്നതിന് കപ്പൽശാലയ്ക്ക് 2 വർഷത്തിനുള്ളിൽ 14.2 മില്യൺ പൗണ്ട് ലഭിക്കുമെന്ന് ഡെപ്യൂട്ടി ഫസ്റ്റ് മിനിസ്റ്റർ കേറ്റ് ഹോബ്സ് കഴിഞ്ഞ വർഷം ജൂണിൽ പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റീൽ പ്ലേറ്റുകൾ പ്രോസസ് ചെയ്യുന്നതിനുള്ള പുതിയ പാനൽ ലൈൻ പോലുള്ള പ്രധാന ഇനങ്ങൾക്കായി കുറച്ചു മാസങ്ങൾക്ക് ശേഷം സംഭരണ ഓർഡറുകൾ പുറപ്പെടുവിപ്പിച്ചു. എന്നാൽ ഇപ്പോൾ ഈ നോട്ടീസുകൾ മാർച്ചിൽ പിൻവലിച്ചതായി റിപ്പോർട്ടുണ്ട്. 79ാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷം അതിഗംഭീരമാക്കാൻ മലയാളി അസോസിയേഷൻ ഓഫ് ദ UK, ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെയും മറ്റനേകം ഇന്ത്യൻ അസോസിയേഷനുകളുടെ പിന്തുണയോടെയാണ് ആഘോഷം സംഘടിപ്പിക്കുന്നത്. ഈ മാസം 30-ന് ഹെയ്സിലെ നൌന സെന്ററിൽ രാവിലെ 10:30-നാണ് ആഘോഷങ്ങൾ ആരംഭിക്കുക. തികച്ചും സൗജന്യമായ പ്രവേശനമായിരിക്കും പരിപാടിയിലേക്ക് ഉണ്ടാവുക. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പരമ്പരാഗത ഭക്ഷണ വിഭവങ്ങളും കേരള വിഭവങ്ങളുടെ സ്റ്റാളുകളും സൗജന്യ എക്സിബിഷനുകളും വർക്ക്ഷോപ്പുകളും ഉണ്ടാകും. MAUK കളരി ടീം കളരിപ്പയറ്റ് അവതരിപ്പിക്കും. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.